കുറച്ച് നാളുകൾക്ക് മുമ്പ് കുട്ടികൾക്കായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഉദ്ഘാടനത്തിന് ഇങ്ങനെ പങ്കെടുക്കുകയുണ്ടായി. ഉദ്ഘാടനം ചെയ്യേണ്ട ആൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അവിടെ വന്ന കുറെ കുട്ടികളുടെ കലാപരിപാടികളൊക്കെ നടക്കുകയാണ്. വളരെയേറെ ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട്. ആ സമയത്ത് ഞാനൊരു കുഞ്ഞിനെയും അതിന്റെ അമ്മയും ഇങ്ങനെ ശ്രദ്ധിക്കുകയുണ്ടായി. ആ കുഞ്ഞിന് 3-3.5 വയസ്സേ കാണുകയുള്ളൂ. അപ്പൊ ഈ അമ്മ കുഞ്ഞിനോട് പറയാണ്, മോൾക്ക് പാടാനും ഡാൻസ് ചെയ്യാനൊക്കെ അറിയാലോ, നീ കൂടെ അവിടെ ചെന്ന് പെർഫോം ചെയ്യാവോ എന്ന് ചോദിച്ചു. അപ്പൊ കുട്ടി ആദ്യം സമ്മതിക്കുന്നില്ല. വീണ്ടും അമ്മ പറയുന്ന കുട്ടി സമ്മതിക്കുന്നില്ല. കുറച്ച് സമയത്തിന് ശേഷം അമ്മ ഭീഷണിപ്പെടുത്തുകയാണ്, നിനക്ക് നല്ലതായിട്ട് ചെയ്യാൻ കഴിയുമല്ലോ, മറ്റുള്ള പിള്ളേരും കണ്ടോ, നിന്നെ പോലെ തന്നെയാണ് അവർ പോയി ചെയ്യുന്ന കണ്ടോ, നിനക്ക് മാത്രം എന്താ ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞ് കുറച്ചങ്ങ് ഫോഴ്സ് ചെയ്യുന്നു, ഭീഷണിപ്പെടുന്നു. അപ്പൊ ഇത് പറയും തോറും കുട്ടി വളരെയധികം ഷാട്ടിങ് കാണിക്കുകയും കരയുകയും ചെയ്യുകയാണ്. അപ്പം കുട്ടി ഒട്ടും സമ്മതിക്കുന്നില്ല. കുറച്ച് സമയത്തിന് ശേഷം അവർ രണ്ടുപേരും അങ്ങ് സൈലന്റ് ആയി. അപ്പൊ ഈ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ കണ്ടൊരു കാഴ്ച, കുറച്ചുകൂടെ സമയം കഴിഞ്ഞപ്പം ഈ കുട്ടി താനെ ഇറങ്ങിപ്പോയിട്ട് സ്റ്റേജിൽ കയറി പാട്ട് പാടുന്നു, ഡാൻസ് ചെയ്യുന്നു. അവൾ അവളുടെ വേൾഡിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാണ്. ഇത് കണ്ട എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി, എനിക്കടക്കം ഭയങ്കര സന്തോഷമായി. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ കുഞ്ഞിനോട് അമ്മ പറഞ്ഞ സമയത്ത് ആ കുഞ്ഞ് അതിനുവേണ്ടി റെഡി ആയിരുന്നില്ല. താൻ ആദ്യമായിട്ട് ആളുകളെ ഇത്രയും കാണുകയും മറ്റു കുട്ടികളുടെ പരിപാടികളൊക്കെ ഇങ്ങനെ കാണുകയും കുട്ടി ഭയങ്കരമായിട്ട് ഭയപ്പെട്ട് കാണും. അതിനുശേഷമായിട്ട് സൈലന്റ് ആയിട്ട് വേണമെങ്കിൽ ഇതെല്ലാം ഒബ്സർവ് ചെയ്തു, എല്ലാവരും ഓക്കെ ആണ് എന്നൊക്കെ കണ്ടതിന് ശേഷമാണ് ഈ കുട്ടി ആ ഒരു കാര്യത്തിന് വേണ്ടി മുമ്പോട്ട് വന്നത്. അപ്പൊ നമ്മൾ പേരൻസായി നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ കുട്ടികൾക്ക് പല കഴിവുകളും ഒക്കെ കാണും. ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ വെച്ചോ നമ്മൾ കംഫർട്ടബിൾ ആയ ആളുകളുടെ മുമ്പിൽ വെച്ചൊക്കെ അവരെന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്തിരിക്കാം. പക്ഷെ വലിയൊരു ക്രൗഡിന് മുമ്പിലോ അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥലത്തോ ഒക്കെ ചെല്ലുമ്പോൾ കുട്ടികൾ പലപ്പോഴും നെർവസ് ആവും. അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ അവരത് എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ വീണ്ടും നമ്മൾ അവരെ ഫോഴ്സ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവരെ കൂടുതലായിട്ട് നമ്മൾ അവരെ ഫോഴ്സ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഒരിക്കൽ സന്തോഷത്തോടെ ചെയ്ത കാര്യങ്ങളൊക്കെ അവർക്കതൊരു ഭാരമായിട്ട് തീരുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കുക, കുട്ടികൾ എന്ത് ചെയ്താലും അവരെ എൻജോയ് ചെയ്ത് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ അവർ സന്തോഷിക്കുക എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ മാത്രമേ കാണുന്ന നമുക്കും സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇങ്ങനെ ഒരു ക്രൗഡ് ചെല്ലുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ടായിരിക്കും. നമുക്ക് അവര് നെർവസ് ആണ്, അല്ലെ അവരോട് ചോദിക്കുക ചെയ്യാൻ പറ്റുമോ. അപ്പൊ അവർക്കത് പറ്റില്ല എങ്കിലും അവരുമായിട്ട് വളരെ കൂളായിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വീക്ഷിക്കുക. ഒരു പക്ഷെ അതിന് ശേഷമായിട്ട് കുട്ടികൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, എല്ലാരും ചെയ്യുന്നുണ്ട്, എനിക്ക് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഒരു പക്ഷെ വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യട്ടെ. അല്ല എങ്കിൽ അവരെ ഫോഴ്സ് ചെയ്യാതിരിക്കുക. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ പല കുട്ടികൾക്കും പിന്നീടുള്ള ഭയവും ഉത്കണ്ഠയൊക്കെ കൂടുന്നത് കാണാം. ഞാൻ പല പേരൻസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, പണ്ടൊക്കെ കുട്ടി ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുമായിരുന്നു, എന്നാൽ പിന്നീട് അത് പറ്റുന്നില്ലായിരുന്നു. ഒരു പക്ഷെ ഇങ്ങനെയുള്ള പല ആൻസൈറ്റി ഉണ്ടാകുന്ന പല സാഹചര്യങ്ങളിലൊക്കെ പെട്ടുപോയ കുട്ടികളാകാം ഇവർ. അപ്പൊ നമ്മുടെ കുട്ടികൾ സന്തോഷത്തോടെ ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ ഒരുക്കി കൊടുക്കുക. താങ്ക് യു.